കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ജീവനോട് ശേഷിക്കുന്നവരായ നാം ആകാശത്തിൽ കർത്താവിനെ നിൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഒരു വിശ്വാസിയുടെ, ഒരു ദൈവത്തിൻ്റെ യഥാർത്ഥമായ ജീവിതത്തിൻ്റെതായ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവാണ്. ഒരു ദൈവത്തിൻ്റെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നത് ഏത് സാഹചര്യങ്ങളുടെ നടുവിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് കഷ്ടങ്ങളുടെ നടുവിലും ഒരു വിശ്വാസിയെ ദൈവകൃപയിൽ നിർത്തുന്നത് അവനിലുള്ള പ്രത്യാശയാണ്. പൗലോസപ്പോസ്തലൻ പറയുന്നു, പ്രത്യാശയാലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അതേക്കുറിച്ച് അവരുമായുള്ള സംഭാഷണത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിച്ചു പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത വാഗ്ദത്തമാണ്. കർത്താവിൻ്റെതായ ശിഷ്യന്മാരുടെ സംഭാഷണത്തിൽ കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ചുള്ളതായ ലക്ഷണങ്ങൾ അനവധി അവരോട് സംസാരിച്ചതായിട്ട് നാം കാണുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് കർത്താവ് സംസാരിച്ചതായ ലക്ഷണങ്ങൾ ഇന്ന് ലോകത്തിൽ അവിടെയായി ഓരോന്നോരോന്നായി നിറവേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവ് നിശ്ചയമായിട്ടും സംഭവിക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പാകുന്നു. സ്തോത്രം. ഈ ലോകത്തിൽ നാം നിലകൊള്ളുമ്പോൾ നമ്മുടെ പ്രത്യാശയിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന അനേകം പരീക്ഷകളുണ്ട്, അനേകം വെല്ലുവിളികളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഇതിൻ്റെ എല്ലാം നടുവിൽ ഒരു ഭക്തൻ ചെയ്യേണ്ട കാര്യം അവൻ്റെ പ്രത്യാശയെക്കുറിച്ച് എപ്പോഴും ഓർമ്മയുള്ളവനായിരിക്കണം, പ്രത്യാശയെക്കുറിച്ച് എപ്പോഴും ചിന്തയുള്ളവനായിരിക്കണം. വശീകരണ ശക്തികൾ വിവിധമാകുന്ന നിലയിൽ ഒരു ദൈവത്തിനെ ആ പ്രത്യാശയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പോകുന്ന അവസ്ഥകളുണ്ട്. എന്നാൽ ആ പരീക്ഷകളെ എല്ലാം തിരിച്ചറിയുവാനുള്ള വിവേകവും സുബോധം എപ്പോഴും ദൈവത്തിന് ഉണ്ടായിരിക്കണമെന്ന കാര്യം ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെതായ വരവ് നമ്മുടെ ജീവിതത്തോട് അടുത്തിരിക്കുന്നു. മരണം ഏതു സമയം നമ്മുടെ മുൻപിലുണ്ട് എന്ന് നമുക്കറിയത്തില്ല. കർത്താവിൻ്റെ വരവും എപ്പോഴാണെന്ന് അറിയത്തില്ല. പ്രിയമുള്ളവരെ, എന്തായാലും ശരി, നമ്മുടെ ജീവിതത്തിൽ ഒന്നുകിൽ നാം മരണത്തെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനെ ഫേസ് ചെയ്യണം. മരണത്തെ ഫേസ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിൽ നിശ്ചയമായിട്ട് ഉണ്ടായിരിക്കണം. എന്താണ്? ഒന്ന്, ഞാൻ ഇന്ന് മരിച്ചാൽ എൻ്റെ ആത്മാവ് അത് നിത്യതയിൽ കാണപ്പെടുമോ, കർത്താവിൻ്റെ സന്നിധി കാണപ്പെടുമോ എന്നുള്ള കാര്യം. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൽ നാം തിരിച്ചറിയേണ്ടതായ കാര്യം, ഇന്ന് ഞാൻ സുബോധത്തോടെ പരിജ്ഞാനത്തോടെ ദൈവവചനപ്രകാരം എന്നെ തന്നെ സൂക്ഷിച്ച് ജീവിച്ചാൽ കർത്താവ് എന്നെ ഈ ഭൂമിയിൽ നിന്ന് മരണത്താൽ വിളിക്കുന്നെങ്കിൽ ഞാൻ നിത്യതയിൽ കാണാം. അല്ല, കർത്താവിൻ്റെ വരവാണെങ്കിൽ ഞാൻ കർത്താവിനോടുകൂടെ തൻ്റെ വിശുദ്ധന്മാരോടൊന്നിച്ച് നിത്യതയിലേക്ക് ചേർക്കപ്പെടും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും.